നടൻ ദിലീപ് കടന്നുപോയ വഴികൾ അതെത്ര കഠിനമായിരിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പുരുഷന്മാർക്ക് മാത്രം എന്തേ ഇങ്ങനെ? യഥാർത്ഥത്തിൽ അയാൾ കടന്നുപോയ വഴികളിലൂടെ നിങ്ങളൊന്ന് വെറുതെ സഞ്ചരിച്ചു നോക്കൂ. എത്ര വർഷങ്ങളായി ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ നീറി നീറി സ്വന്തം കുടുംബത്തിനാലും കൂട്ടുകാരാലും താൻ തന്നെ വികസിപ്പിച്ച ഇൻഡസ്ട്രിയിലെ എത്രയോ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിലുമൊക്കെ കുറ്റക്കാരനായിക്കൊണ്ട് കയ്യും കെട്ടി നിൽക്കേണ്ട, പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട തരത്തിൽ ആ മനുഷ്യൻ കടന്നുപോയ വഴികളിലെ ബുദ്ധിമുട്ടുകൾ, മുള്ളു നിറഞ്ഞ പാതകൾ വെറുതെ എങ്കിലും ആലോചിക്കാം. എത്രയോ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത്. ഈ വീണ് കിടക്കുന്നവനെ ചവിട്ടി തേക്കുക എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ആളുകൾ സൈക്കോപാത്തുകളെ പോലെയാണ് കമൻറ്റുകൾ ചെയ്യുന്നത്. അയാൾക്കും മകളുണ്ടടോ, ഭാര്യയിലെ. ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ അതിന് മുതിരില്ല എന്നുള്ളത് തീർച്ചയാണ്. ഈ കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു ബാക്കപ്പ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എന്ത് കാര്യത്തിന്? സ്വയം രതി ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുന്ന, അതുപോലും അല്ല, അതിനപ്പുറം വൾഗറായിട്ടുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന കമൻറ്റോളികളെ എന്ത് പറയാൻ? അയാളുടെ മുൻ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുന്നത് പോലും അയാളുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ള തരത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ, അത് അത്ര വലിയ പുതിയ വിവരങ്ങളൊന്നുമല്ല, ആ പഴയ വിവരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ചതെന്ന് തോന്നുന്നു. മുൻ ഭാര്യയുടെ ചില പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് അയാൾ മുൻ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യേണ്ടി വന്നത്. അയാൾ കൊടുത്ത കേസാണ്. നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കൂ. അയാളാണ് മുൻ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കുന്നതും അത് അനുവദിക്കുന്നതും. അതിനുശേഷമാണ് കാവ്യയുമായിട്ടുള്ള ബന്ധം വിവാഹത്തിലേക്ക് പോകുന്നതൊക്കെ. മനുഷ്യന്മാരല്ലേ പുള്ളേ? സംഭവിക്കാം. പക്ഷേ ഒരു നടിയെ ഇതേപോലെ മറ്റൊരു രൂപത്തിൽ എന്താ പറയുക, ഏറ്റവും മോശമായി ചിത്രീകരിക്കാനും അതിന് സിനിമാ ഇൻഡസ്ട്രിയുടെ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കാനും ഇതുപോലെയുള്ള കുറ്റാന്വേഷണങ്ങളുടെയും സിനിമകളുടെയും നൂറുകണക്കിന് കഥകൾ കേൾക്കുന്ന ഒരു നടൻ ആ തരത്തിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോളൂ. വളരെ സിമ്പിളായിട്ട് പിടിക്കപ്പെടാവുന്ന ഒരു കുറ്റമായിട്ടായിരിക്കും യഥാർത്ഥത്തിൽ അത്തരത്തിൽ ദിലീപ് അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ സംഭവിക്കുക. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി കുറ്റകൃത്യം ചെയ്ത ആളുകളെ മുഴുവൻ 6 പ്രതികളെയും ശിക്ഷിച്ചിരിക്കുന്നു. 7-ാമത്തെയും 8-ാമത്തെയും മറ്റു പ്രതികളും കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു. കോടതിക്ക് മുമ്പിലുള്ള തെളിവുകൾ വെച്ച് കൃത്യമായി ആ ഒരു തരത്തിൽ നിരീക്ഷണം നടത്താനേ കോടതിക്കാവൂ. അത്തരത്തിലൊരു വിധി പറയാനേ കോടതിക്കാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ 1-2 വസ്തുതകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു കേസ് അന്വേഷണത്തിൽ ഈ അതിജീവിതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം ആ വാഹനം പോലും നടൻ ലാലിൻ്റെ, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന അതിജീവിത പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആ വാഹനം പോലും നടൻ ലാലിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അപ്പോൾ എവിടെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേക സ്പോട്ടിൽ വെച്ച് ഇത് ഇവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു മുഖം മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതിജീവിത ഒരുപക്ഷെ ഇതൊന്നും അറിഞ്ഞും കാണില്ല. എന്തെങ്കിലും ചെറിയ അനിഷ്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും അത് ക്ലിയർ ചെയ്യാൻ അവർ തയ്യാറായില്ലല്ലോ എന്നുള്ള ദുഃഖകരമായ സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്ന വിവരത്തിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നമ്മുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. അത് വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രതിയായിരുന്നു പൾസർ സുനി. അപ്പോൾ പൾസർ സുനിയും സഹായികളും അവിടെ ഈ ഒരു കേസിൽ ഉൾപ്പെടുന്നു, ജയിലിലാക്കപ്പെടുന്നു. ഈ ജയിലിലാകുമ്പോൾ അവിടെ നിന്ന് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന ഒരു കത്താണ് പിന്നീട് ദിലീപിന് കുരുക്കാവുന്നത്. അതായത്
ദിലീപ് പറഞ്ഞിട്ടാണ് പൾസർ സുനി ഈ തരത്തിൽ കൃത്യം ചെയ്യുന്നതെന്നും അതിന് 1.5 കോടി പ്രതിഫലമായിട്ട് ലഭിക്കുമെന്നൊക്കെയാണ് പൾസർ സുനി പിന്നീട് വെളിപ്പെടുത്തി എന്ന് പോലീസ് പറയുന്നത്. അപ്പോൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചിലർക്ക് പോലും പോലീസ് വളരെ വലിയൊരു സംഖ്യ ഓഫർ ചെയ്തു, നിങ്ങൾ പിന്മാറണം. അപ്പോൾ പോലീസിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതൊക്കെ കിംവദന്തികളാണ്. അപ്പോൾ കേരള പോലീസിന് അത്തരത്തിൽ ഒന്നും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവിക്കുന്നത് ഇതേപോലെ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തും പറഞ്ഞു കേട്ട ജയിലിലെ സുഹൃത്തുമൊക്കെ കൊടുക്കുന്ന മൊഴികളിലാണ് യഥാർത്ഥത്തിൽ ദിലീപിന് കുരുക്കായി മാറുന്നത്. ദിലീപ് അങ്ങോട്ട് കയറി ഇടപെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ അന്വേഷണം പോലെ ചെന്നപ്പെടുന്ന ദിലീപ് പിന്നീട് വളരെ വലിയ കുടുക്കിലേക്ക് പോവുകയും 100 ദിവസത്തോളം, ഏകദേശം 100 ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. പക്ഷേ റിലീസ് ചെയ്യപ്പെടുന്ന ദിലീപിൻ്റെ രാമലീല വളരെ വലിയ വിജയം നേടുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിരിക്കാം ഒരുപക്ഷെ. എന്തായാലും ആ തരത്തിൽ വളരെ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ദിലീപ് കടന്നു പോകുന്നത്. സത്യത്തിൽ ദിലീപ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല ഇത്തരത്തിൽ പെട്ടുപോകുമെന്ന്. അത് ഇങ്ങനെ പോലീസ് കേസുകളിൽ ഇടപെട്ടവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ കുടുങ്ങിയവർക്കാണ് പെട്ടെന്ന് ബോധ്യമുണ്ടാവുക. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ പെട്ടുപോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള എത്രയോ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് സിനിമകളിലും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലുമൊക്കെ കാണാനായിട്ട് പറ്റും. ശരിയല്ലേ? യാത്ര എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറായ നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രം ജയിലിൽ അകപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഉദാഹരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്താണ് യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത്, ദ റിയൽ ലൈഫ്. അയാൾ അനുഭവിച്ച വർഷങ്ങൾ, അയാൾ അനുഭവിച്ച ആ ഉമിത്തിയിൽ നീറിയുള്ള ജീവിതമുണ്ടല്ലോ, അതിന് മറുപടി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അയാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ്. അവർ കുടുങ്ങേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം കേസുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമപരമായിട്ട് പല വിദഗ്ധരും അന്നേ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദിലീപിന് വേണ്ടി ദിലീപിന്റെ കയ്യിൽ നിന്ന് 1.5 കോടിയുടെ ബാക്കി 10,000 രൂപയാണ് അഡ്വാൻസ് കിട്ടിയെന്ന് പറയുന്നത്. 1.5 കോടിയുടെ പരിപാടിക്ക് ഈ കൃത്യം നടത്തി കൊടുത്താൽ പൾസർ സുനിക്ക് 1.5 കോടി കൊടുക്കാമെന്ന്. ഒരു മോട്ടോർ സൈക്കിളിൽ സിനിമാ സെറ്റുകളിൽ വന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി വരുന്ന ഒരു പയ്യന് 1.5 കോടി കൊടുത്ത് ഒരു കൃത്യം ചെയ്യിപ്പിക്കാനുള്ള അത്രത്തോളം മണ്ടത്തരം ദിലീപിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 1.5 കോടിയുടെ ബാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ നിന്ന് ദിലീപിനെ കുടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അതിൻ്റെ പിന്നിൽ പോലീസ് തന്നെയാണ്. ആ കാര്യത്തിലൊന്നും സംശയം ഒന്നും വേണ്ട. അപ്പോൾ 1.5 കോടിയുടെ ബാക്കി, അതായത് 10,000 അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എത്രയാ? 1,49,90,00,000 രൂപ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതി പൾസർ സുനി, അല്ലേ? പൾസർ സുനി കത്തെഴുതി. ആ കത്ത് പോലീസിൻ്റെ കൈ കിട്ടുന്നു. പോലീസ് ദിലീപിനെ കുരുക്കുന്നു. ദിലീപിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നു. അയാളെ ജയിലിലിടുന്നു. ഒരു കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള, യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പാർട്ടിക്കാർ ചെയ്യുന്നത് പോലെ സത്യത്തിൽ ആ ബിസിനസ്സിനെ തന്നെ ഇല്ലാതാക്കുക. അയാളെന്ന് പറയുന്നത് തന്നെയായിരുന്നു ഇൻഡസ്ട്രി, മലയാള സിനിമ. ആ തരത്തിൽ ഒരു ഓംനി പൊട്ടൻ്റായി വളർന്നിരുന്നു അയാൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഏതോ ശക്തികൾ, അല്ലേ? ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അയാൾ പിൻവാങ്ങിയതിന് ശേഷം, അയാൾ ചിത്രങ്ങളിൽ ഇല്ലാതായി പോയതിന് ശേഷം ചിലർ ഉദയം ചെയ്തിട്ടുണ്ട്, അല്ലേ? അതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സംശയകരമാണ്. ഈ മട്ടാഞ്ചേരി മാഫിയ, വേറെ ഒരു നടൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, നമ്മളതൊന്നും പറയേണ്ടത്. എന്തിനാണ് ഈ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എന്തായാലും ഈ തരത്തിൽ വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിൽ ഈ അതിജീവിതയുടെ വിചാരണ നടക്കുമ്പോൾ അതിജീവിത ജഡ്ജിയോട് എന്തോ എഴുതിയെടുക്കാൻ പറയുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ജഡ്ജി ക്ഷുഭിതയാകുന്നു എന്നൊക്കെ അതിജീവിത ആ സമയത്ത് ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ ജഡ്ജിനെ മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷെ അത് അനുവദിക്കപ്പെടുന്നില്ല. അങ്ങനെ അതേ ജഡ്ജി തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിധി പറയുന്ന ഘട്ടത്തിൽ ഈ WCCയുടെ വിമൺ കളക്റ്റീവിൻ്റെ ടീംസൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ
കണ്ടാൽ തന്നെ ചിരി വരും. അതാണ് സംഭവം. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലൊന്നും ഒരു കാര്യമായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. ദിലീപിനെ ഔട്ടാക്കിയതോടുകൂടി അവരും ഇല്ലാതായോ, ഇനി അഥവാ അവർ ഇറങ്ങിപ്പോയതാണോ സിനിമ ഈ സംഭവത്തിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും കോലം തന്നെ മാറിയ ഇത്തരം നടിമാർ യഥാർത്ഥത്തിൽ ഇയാളെ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിലീപ് തന്നെ ഇന്നൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. വിധി വന്ന ദിവസം മഞ്ജു വാര്യർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ അത്തരത്തിൽ മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ നടന്ന ദിലീപ് ഇന്ന് കുറ്റവിമുക്തനായിരിക്കുകയാണ്. പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ 1.5 കോടിയുടെ ബാക്കി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കത്താണെന്നും പറഞ്ഞിട്ട് പോലീസ് ഉണ്ടാക്കിയ കത്തിൽ നമ്മുടെ എസ് കത്തിയുടെയൊക്കെ കാര്യം ഓർത്താൽ മതി നിങ്ങൾ. ഇതെങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടി അസഫ് അലി എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വലിയ വായിൽ എടുത്ത് പറയുന്നുണ്ട്, പൾസർ സുനി എഴുതിയ കത്ത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാകും. അത് ഹൈക്കോടതിയിലോ മറ്റോ അപ്പീൽ പോവുകയാണെങ്കിലൊക്കെ വലിയ പ്രശ്നമാകുന്നു. ഒരു പ്രശ്നവുമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു വിവാദം. ഇനിയിപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊന്നുമല്ല ചർച്ച, ദിലീപിൻ്റെ വിഷയങ്ങളാണ് ചർച്ച. അപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ കാരണക്കാര് ഇതേപോലുള്ള മൊയന്തുകളായിട്ടുള്ള അഡ്വക്കേറ്റ്സും നിയമം വല്ലാത്ത രീതിയിലൊക്കെ എന്താ പറയുക ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുമൊക്കെയാണ്. അപ്പോൾ സാധാരണക്കാർ നമ്മൾ ഇതിലൊന്നും വീഴേണ്ട കാര്യമില്ല. അയാൾ അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തുടക്കം മുതലേ അറിയാവുന്നവരാണ് ഞാനും നിങ്ങളും, അല്ലേ? പിന്നെ ചില സൈക്കോപാത്തുകൾ അവരെ വിട്ടേക്കും, കമൻറ്റോളികൾ അവരെയും. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു, പരിപൂർണനായി. പിന്നെ അപ്പീലിൻ്റെ കാര്യം, അപ്പീലൊക്കെ സിമ്പിളായിട്ട് തള്ളിപ്പോവും. കാരണം അവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഓൾറെഡി 6 പേര്, 7ഉം 8ഉം പ്രതികളെ കുറ്റക്കാരാക്കാൻ കൃത്യമായും തെളിവുകളില്ല എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ കോടതി പരിഗണിച്ചേനെ. അപ്പോൾ തെളിവുകളില്ല എന്നുള്ളത് ന്യായമായും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. വിധിന്യായത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അതൊക്കെ പുറത്തു വരും, മാധ്യമങ്ങൾ അതൊക്കെ ഇഴകീറി ചർച്ച ചെയ്യും. ചർച്ചകൾ നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. എന്തായാലും ദിലീപ് ശുദ്ധനാണ്, കുറ്റവിമുക്തനാണിപ്പോൾ. അയാൾ സിനിമയിൽ സജീവമാകട്ടെ, അല്ലേ? മറ്റൊരു വീഡിയോയിൽ കാണാം.